Hello, welcome to Learn Now. This is Dhanya. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ 10th മോഡ്യൂൾ അതായത് നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അതിലത്തെ MCQs ആണ്. അപ്പോൾ നമ്മളിതിൽ മിക്സഡ് ടോപ്പിക്സ് ആണ് വരുന്നത്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ലെക്ചർ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 1. In which of the following directory does the configuration files are present? അപ്പം കോൺഫിഗറേഷൻ ഫയൽസ് ഉള്ളത് ഏത് ഡയറക്ടറിയിലാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എ ബിൻ, ബി റൂട്ട്, സി ETC, ഡി DEV. ഓക്കെ, അപ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ സി ETC. ഓക്കെ, അപ്പം ETC എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്താണ് കോൺഫിഗറേഷൻ ഫയൽസ് എല്ലാം ഉള്ളത്. ഇപ്പോൾ ഇനിറ്റ് ടാബ് അതൊക്കെ ഉള്ളത് ETCക്കകത്താണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2. Identify the operating system which is not based on Linux. അപ്പം ലിനക്സിനെ സംബന്ധിച്ചല്ലാത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഉബുണ്ടു, BSD, CentOS ആൻഡ് റെഡ് ഹാറ്റ്. ഓക്കെ, അപ്പം ആൻസർ ഇസ് ഓപ്ഷൻ ബി BSD. ഓക്കെ, BSD is not based on Linux. അപ്പോൾ ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഉബുണ്ടു, CentOS, റെഡ് ഹാറ്റ് ഇതെല്ലാം ലിനക്സ് ബേസ്ഡ് ആണ്. ഓക്കെ, question number 3. Where is the user password stored? അപ്പം യൂസർ പാസ്വേഡ്സ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഇതിൽ സ്പെല്ലിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. ETC PASSWD പാസ്വേഡ്. ഓക്കെ, ദെൻ ഓപ്ഷൻ ബി റൂട്ട് പാസ്വേഡ്, സി ETC പാസ്വേഡ്, ഡി റൂട്ട് passwd. Okay, answer is option A ETC passwd. Okay, password full illa, passwd അത്രേ ഉള്ളൂ. അപ്പം അതിലാണ് യൂസർ പാസ്വേഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ലിനക്സിനകത്ത്. ഓക്കെ, question number 4. Which command is used to display the operating system name? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണ്? ഓപ്ഷൻസ് എ WC, B uname, C countw and D OS. Okay, answer is option B uname. Okay, uname ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ്. Question number 5. Which of the following command is used to count the total number of lines, words and characters contained in a file? Options A WC, B wcount, C countw, D none of the above. അപ്പം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ്, എത്ര ലൈൻസ് ഉണ്ട്, എത്ര വേർഡ്സ് ഉണ്ട്, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് ഒരു ഫയലിനകത്ത് എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ WC ആണ്. ഓക്കെ, WC is used to count the number of lines, words and characters contained in a file. Okay, then question number 6. Identify the command which is used to remove files. Okay, files remove ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണ്? Options A delete, B RM, C DM, D erase. Answer is option B RM, remove. Okay, remove ചെയ്യാൻ വേണ്ടിയിട്ട് RM. Okay, അപ്പം ഫയൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് RM. Okay. Okay, next is question number 7. Which of the following command is used to add a new user to a system? Okay, options using Linux conf, B using add user, C using user add, D all of the above. അപ്പം നമുക്ക് ലിനക്സ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നറിയാം. അപ്പം നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലേക്ക് പുതിയ യൂസേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണ്? ഓപ്ഷൻസ് all of the above. Okay, okay, all of the above. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് ഓപ്ഷൻസും നമുക്കൊരു സിസ്റ്റത്തിലേക്ക് പുതിയ യൂസറിനെ ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. യൂസിങ് ലിനക്സ് കോൺഫ് and using add user and using user add. ഇത് മൂന്നും പുതിയ യൂസറിനെ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്ന കമാൻഡ്സ് ആണ്. ഓക്കെ, question number 8. FSF stands for. FSF stands for options A file server first, B free software file, C free software foundation, D first server first. Answer option C free software foundation. Okay, FSF ലിനക്സ് നമുക്കറിയാം ലിനക്സ് ഫ്രീ സോഫ്റ്റ്വെയർ ആണെന്ന് അണ്ടർ FSF. ഓക്കെ, ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ. ഓക്കെ, question number 9. Identify the command which is used to create Linux file system.
ഓക്കെ, ലിനക്സ് ഫയൽ സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണ്? ഓക്കെ, അപ്പം ഓപ്ഷൻസ് നോക്കാം. എ fsck, ബി mkfs, സി fdisk, ഡി mount. Answer is option B, mkfs. Okay, make file system. അപ്പോൾ ലിനക്സ് ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് mkfs. Okay. Question number 10. Identify the one which is not a communication command. അപ്പം അത് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് എ മെയിൽ, ബി മെസ്സേജ്, സി ഗ്രപ്പ്, ഡി റൈറ്റ്. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ സി ഗ്രപ്പ്. ഓക്കെ, ബാക്കി മൂന്നെണ്ണം കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ്. ഗ്രപ്പ് ഇസ് നോട്ട് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ പർപ്പസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11. GNU സ്റ്റാൻഡ്സ് ഫോർ. ഓക്കെ, നമുക്കറിയാം ലിനക്സ് എന്ന് പറയുന്നത് ന്യൂ ലിനക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ന്യൂ എന്നുള്ളത്, അതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് എ ഗ്രീ നീഡഡ് യുണിക്സ്, ബി ജനറൽ യുണിക്സ്, സി ന്യൂസ് നോട്ട് യുണിക്സ്, ഡി ജനറൽ നോബിൾ യുണിക്സ്. ആൻസർ ഇസ് ഓപ്ഷൻ സി, GNU is not Unix. Okay, GNU Linux, അതായത് ലിനക്സിൻ്റെതാണ് GNU Linux അല്ലേ. അപ്പോൾ ആ GNU എന്ന് പറയുന്നത് യുണിക്സ് അല്ല. GNU is not Unix. ഓക്കെ, അതാണ് GNU stands for. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12. What is the core of Linux operating system? ഓക്കെ, നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് എ ടെർമിനൽ, ബി കേർണൽ, സി കമാൻഡ്, ഡി ടെർമിനൽ. സോറി, ടെർമിനൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. Answer is option B, kernel. Kernel is the core of Linux operating system. Okay. Question number 13. Identify the default file system type of Linux. Linux in the default ആയിട്ട് വരുന്ന file system type ഏതാണ്? Options നോക്കാം. A ext3, B ext2, C ext, D mimix. Answer is option A, ext3. Okay, from default file system type, Linux in the default file system type ആണ് ext3. Okay. Question number 14. Which command is used to print a file? ഒരു ഫയൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണ്? ഓപ്ഷൻസ് എ wc, B pg, C lp, then D print. Okay, answer is option C, lp. Okay, lp is used to print a file. lp command is used to print a file. Okay, question number 15. Identify the command which is used to display the Unix version. അപ്പം യുണിക്സ് വേർഷൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണ്? ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻസ് എ uname t, b uname r, c uname n, d kernel. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് യൂസ് ചെയ്യാനെന്നുള്ളത് നമ്മൾ പറഞ്ഞു, യുനെയിം ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിനി ഏത് വേർഷൻ ആണ്, ഇപ്പോൾ യുണിക്സ് ആണെങ്കിൽ ഏത് വേർഷൻ ആണ് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് uname r. ഓക്കെ, uname r. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്, 15 എണ്ണം. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.